നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും അതിപ്രധാനമായ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം, ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു വിധി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ രണ്ടാമത്തെ ലൈംഗിക പീഡന കേസിലെ വിധി എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ. എന്തായാലും മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ അനുവദിക്കപ്പെട്ടിരിക്കുകയാണ്. തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞിരിക്കുന്നത്. ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം, മാത്രമല്ല ഒപ്പിടണം, അങ്ങനെ ഒരുപാട് ഇത് അന്വേഷണത്തോട് സഹകരിക്കണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ, അങ്ങനത്തുള്ള ഉപാധികളോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഏറെ നിർണായകമായ ഒരു കേസിലാണ് ഇപ്പോൾ രാഹുലിന് അനുകൂലമായിട്ടുള്ള ഒരു മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധി കോടതിയിൽ നിന്നും വരുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന പോലെ തന്നെ ആദ്യ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധത്തിലാകുന്നു. രണ്ടാമത്തെ പരാതിക്കാരി കേരളത്തിന് പുറത്തുള്ള പരാതിക്കാരിയാണ്. തന്നെ പീഡിപ്പിച്ചു, വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തിയാണ് രണ്ടാമത്തെ പരാതിക്കാരി രംഗത്ത് വന്നത്. കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ പെൺകുട്ടിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതായത് ക്രൂരമായ പീഡനങ്ങളുടെ വിവരണമാണ് ആ പെൺകുട്ടി നടത്തിയത്. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഇനി നമ്മൾ ഏവരും ഉറ്റുനോക്കുന്നത് രാഹുലിന്റെ അടുത്ത നീക്കം എന്താണെന്നാണ്. ഇന്ന് 12ാമത്തെ ദിവസം എത്തി നിൽക്കുന്നു. 12 ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഇനി അടുത്ത രാഹുലിന്റെ നീക്കം എന്താണ്? ഒളിയിടത്തിൽ നിന്ന് പുറത്തേക്ക് വരുമോ? പുറത്തേക്ക് വന്ന അന്വേഷണ സംഘത്തോടൊപ്പം സഹകരിക്കുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. രാഹുലിന്റെ അടുത്ത നീക്കം എന്താണ്? ഒളിത്താവളത്തിലിരുന്നുള്ള അടുത്ത നീക്കം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. എന്തായാലും കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. എന്തായാലും വളരെ നിർണായകമായ ഒരു തീരുമാനം, വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 23-കാരി KPCC അധ്യക്ഷൻ നൽകിയ പരാതിയിലായിരുന്നു പോലീസ് കേസെടുത്തത്. ഈ ഒരു KPCC അധ്യക്ഷൻ നൽകിയ പരാതി പോലീസിന് കൈമാറുകയായിരുന്നു. പിന്നാലെ പോലീസ് കേസെടുക്കുകയായിരുന്നു. വിവാഹ അഭ്യർത്ഥനയുമായി തന്നെ സമീപിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി ഔട്ട് ഹൗസിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചു എന്നതടക്കമുള്ള ഒരു വെളിപ്പെടുത്തലാണ് 23-കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പരാതിക്കാരിയുടെ മൊഴി, അതുപോലെ തന്നെ തെളിവുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയതാണ്. എന്നിട്ട് പോലും രാഹുലിന് ജാമ്യം കിട്ടിയിരിക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അടച്ചിട്ട മുറിയിൽ തന്നെയായിരുന്നു ഈ കേസിന്റെ വാദം പൂർത്തിയായത്. ആദ്യ കേസിലും അടച്ചിട്ട മുറിയിൽ തന്നെയാണ് വാദം കേട്ടത്. ആദ്യ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. പക്ഷെ പിന്നീട് 15-ാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചു. വിശദമായ ഒരു വാദം കേട്ടതിന് ശേഷം മാത്രമേ ആ കേസിൽ ഒരു തീരുമാനം എടുക്കാൻ ആകുകയുള്ളൂ എന്ന ഉത്തരവ് വരുന്നു. മാത്രമല്ല, നോട്ട് ടു അറസ്റ്റ് അംഗീകരിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ പിന്നാലെ ഈ രണ്ടാമത്തെ കേസിൽ 23-കാരിയുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്യാൻ തടസ്സമില്ല എന്ന് പിന്നാലെ കോടതി വിധിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ആ കേസിൽ, അതായത് അറസ്റ്റിന് തടസ്സമില്ല എന്ന് വിധിച്ച ആ കേസിലാണ് ഇപ്പോൾ ജാമ്യ ഹർജി അനുവദിച്ചുകൊണ്ടുള്ള കോടതി വിധി വന്നിരിക്കുന്നത്. അതീവ ഗുരുതരമായ പരാതിയാണ് രാഹുലിനെതിരെ പെൺകുട്ടി ഉന്നയിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കാല് പിടിച്ച് പറഞ്ഞിട്ട് പോലും രാഹുൽ അതിക്രൂരമായി തന്നെ പീഡിപ്പിച്ചു എന്നതടക്കമുള്ള ഒരു വെളിപ്പെടുത്തലാണ് പെൺകുട്ടി നടത്തിയത്. സെഷൻസ് കോടതി ജഡ്ജി വി അനസ് ആണ് കേസ് പരിഗണിച്ചത്. പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഹോം സ്റ്റേയിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്ന് കാട്ടിയാണ് ബംഗളൂരിൽ താമസിക്കുന്ന 23 വയസ്സുകാരി പരാതി നൽകിയത്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ഇത്തരത്തിലൊരു പരാതി വാദം കേട്ടത്. വാദം തുടങ്ങിയിരുന്നു. അതിജീവിതയുടെ മൊഴി അടക്കം പോലീസ് സമർപ്പിച്ചതാണ്. ക്രൂരമായ പീഡനത്തിനിരയായി ഇന്ന് പെൺകുട്ടി മൊഴി നൽകിയിരുന്നു. കേസിൽ അറസ്റ്റ് തടഞ്ഞ് താൽക്കാലിക ഉത്തരവ് ഇറക്കണമെന്ന രാഹുലിന്റെ ആവശ്യം കഴിഞ്ഞ ദിവസം കോടതി തള്ളിയതാണ്. വിവാഹ വാഗ്ദാനം നൽകിയാണ് ബന്ധം സ്ഥാപിച്ചതെന്ന് യുവതിയുടെ മൊഴിയിലുണ്ട്. സംസാരിക്കാനെന്ന് പറഞ്ഞ് ഹോം സ്റ്റേയിലെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. ശരീരമാകെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ലൈംഗിക അതിക്രമമാണ് നടത്തിയത്. ഐ വാണ്ടഡ് ടു റേപ്പ് യു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടിട്ടും ലൈംഗിക അതിക്രമം തുടർന്നു. ലൈംഗിക അതിക്രമത്തിന് ശേഷം വിവാഹം ചെയ്യാനാകില്ലെന്ന് അറിയിച്ചു. മാനസികമായും ശാരീരികമായും തകർന്നുപോയി. വീണ്ടും ബന്ധം പുനഃസ്ഥാപിക്കാൻ രാഹുൽ പിന്നാലെ നടന്നു. ഫോൺ എടുത്തില്ലെങ്കിൽ അസഭ്യം വിളിക്കുമായിരുന്നു. വീടിന്റെ പരിസരത്തേക്ക് കാറുമായി വന്ന് കൂടെ വരാൻ പലവട്ടം ആവശ്യപ്പെടുകയുണ്ടായി. നമുക്കൊരു കുഞ്ഞു വേണമെന്ന വിചിത്ര ആവശ്യം രാഹുൽ ഉന്നയിച്ചു. രാഹുലിനെ ഭയമാണ്. മാത്രമല്ല, രാഹുലിന്റെ സുഹൃത്ത് ഫെന്നി നൈനാനെയും തനിക്ക് പേടിയാണ്. കേസുമായി മുന്നോട്ട് പോകാൻ ഭയപ്പെടുന്നുവെന്നും അന്വേഷണ സംഘത്തോട് അതിജീവിത പറഞ്ഞിരുന്നു. കാരണം രാഹുലിനെ പേടിയാണ്, കൂടെയുള്ളവരെയും തനിക്ക് പേടിയാണ്. അതുകൊണ്ടാണ് താൻ പരാതിയൊന്നും പറയാതെ മിണ്ടാതിരുന്നത് എന്നതടക്കമുള്ള ഒരു കാര്യങ്ങൾ വെളിപ്പെടുത്തലാണ് അതിജീവിത മുന്നോട്ട് വെച്ചത്. പ്രോസിക്യൂട്ടർ സീൽ വെച്ച് കവറിൽ മൊഴി സമർപ്പിച്ചിരുന്നു. മറ്റൊരു യുവതിയെ ബലാത്സംഗം ചെയ്യുകയും നിർബന്ധിക്കുകയും
നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തുകയും ചെയ്തിരുന്ന ആദ്യ കേസിൽ രാഹുൽ മങ്കുടത്തിൽ എംഎൽഎയുടെ അറസ്റ്റ് ഹൈക്കോടതി നേരത്തെ തടഞ്ഞിരുന്നു. ഹർജി അടുത്ത തവണ പരിഗണിക്കുന്ന 15 വരെ അറസ്റ്റ് ചെയ്യരുതെന്നായിരുന്നു ജസ്റ്റിസ് കെ ബാബുവിന്റെ ഉത്തരവ്. ലൈംഗിക പീഡന കേസിൽ പ്രതിയായതിനു പിന്നാലെ ഒളിവിൽ പോയ രാഹുൽ മങ്കുടത്തിൽ എംഎൽഎയെ കണ്ടെത്താൻ പുതിയ സംഘത്തെ പോലീസ് നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കേസിൽ, അതായത് രാഹുൽ മങ്കുടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം ഇപ്പോൾ രാഹുൽ മങ്കുടത്തിന് നൽകിയിരിക്കുന്നു. മുൻകൂർ ജാമ്യം രാഹുലിന് കിട്ടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും ഉപാധികളോടെയുള്ള ജാമ്യമാണ് രാഹുൽ മങ്കുടത്തിന് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം, അതുപോലെ തന്നെ അന്വേഷണത്തോട് സഹകരിക്കണം. അങ്ങനെ ഒരുപാട് എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ രാഹുൽ മങ്കുടത്തിനോട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല രാഹുൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ജാമ്യത്തിൽ വിടണം എന്ന ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഒരു കേസിൽ തീർച്ചയായിട്ടും രാഹുൽ അറസ്റ്റ് ചെയ്യാമെന്ന വിധിയുണ്ട്. പക്ഷെ അത്തരത്തിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റിമാൻഡിലാക്കരുത്, ജാമ്യത്തിൽ ഉടൻ തന്നെ വിടണം എന്നൊരു നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ട്. ബലാത്സംഗ കേസിൽ എന്തായാലും രാഹുലിന് വലിയ ആശ്വാസമാണ്. ഇപ്പോൾ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ വലിയ ആശ്വാസമാണ്. മുൻകൂർ ജാമ്യം ഇപ്പോൾ കോടതി അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇനി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ മുന്നോട്ടുള്ള നീക്കം എന്താണ് എന്നതാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ പലയിടങ്ങളിലായി ഒളിവിലാണ് എന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ ഇനി ഒളിയിടത്തിൽ നിന്ന് പുറത്തേക്ക് വരുമോ, അന്വേഷണത്തോട് സഹകരിക്കുമോ? ഇപ്പോൾ കർണാടകയിലാണ് ആയിരിക്കുന്നത് എന്നടക്കമുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ അവിടെ നിന്നും ഇനി കേരളത്തിലേക്ക് വന്ന് അന്വേഷണ സംഘവുമായി സഹകരിക്കാനുള്ള സാധ്യതകളുണ്ടോ? അതും ഒരു ചോദ്യം തന്നെയാണ്. അതോ ഇനി 15-ാം തീയതി ആദ്യ കേസിൽ വാദം കേൾക്കുന്നുണ്ട്, അതിലെ ഒരു വിധി കൂടി വന്നതിന് ശേഷം മാത്രമേ പുറത്തേക്ക് വന്ന് മറ്റ് നീക്കങ്ങൾ രാഹുൽ മങ്കുടത്തിൽ നടത്തുകയുള്ളൂ. 15-ാം തീയതി വരെ ഒളിവിൽ പോകാനാണോ നീക്കം എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ രാഹുൽ മങ്കുടത്തിലിന് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുകയാണ്. ഉപാധികളോടെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉപാധികളോടെ ജാമ്യം നൽകിയിരിക്കുകയാണ്. ഇനി അഥവാ രാഹുൽ മങ്കുടത്തിൽ അറസ്റ്റ് ചെയ്താൽ പോലും അദ്ദേഹത്തെ റിമാൻഡിലാക്കില്ല, മറിച്ച് അദ്ദേഹത്തെ ഈ ഒരു ജാമ്യത്തിൽ വിട്ടു നൽകും എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ രാഹുൽ കീഴടങ്ങി അറസ്റ്റ് വരിക്കപ്പെട്ടാൽ തന്നെ അത് തീർച്ചയായിട്ടും ജാമ്യത്തിൽ പോകാനുള്ള സാഹചര്യം, അങ്ങനെ ഒരു കോടതി ഉത്തരവുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അടുത്ത നീക്കങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം SP പൂങ്കുഴലിയാണ് ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. മൊഴിയും ഡിജിറ്റൽ തെളിവുകളും ഒക്കെ കോടതിയിൽ നൽകിയതാണ് രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട്. എന്തായാലും രണ്ടാമത്തെ കേസിൽ രാഹുൽ മങ്കുടത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.